Hi guys, welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സൈഡ് ഡിഷ് ആയിട്ടാണ്. ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് തമിഴ്നാട് ഭാഗത്ത് ശരവണ ഭവൻ ഹോട്ടലിൽ സൈഡ് ഡിഷ് ആയിട്ട് ഇഡ്ലിയും ദോശയും കൂടെ സൈഡ് ഡിഷ് ആയിട്ട് സെർവ് ചെയ്യുന്നതാണ്. കൊസ്ത എന്ന് പറയും, അല്ലെങ്കിൽ ഗോസ്ത എന്ന് പറയും. വഴുതനങ്ങ ഗോസ്ത ഉണ്ട് ഇഡ്ലിയുടെപ്പം ദോശയോടൊപ്പം കഴിക്കുന്നത്. പക്ഷേ ഇന്ന് ശരവണ ഭവനിൽ ചില സമയത്ത് പോയി കഴിഞ്ഞാൽ ഈ സവാളയും തക്കാളി ഇട്ടിട്ടൊരു ഗോസ്ത കിട്ടും. അതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ തക്കാളി കറി തന്നെ, പക്ഷേ മസാലയോ അങ്ങനത്തെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പം വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്ലേവർ കണ്ടിട്ട് അല്ലെങ്കിൽ കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു ചപ്പാത്തിയൊപ്പം പോകും. വേണമെങ്കിൽ കഴിച്ച് നോക്കാം. എൻ്റെ വീട്ടിലും തക്കാളി കറി ഇതിൻ്റെ തന്നെ കുറച്ച് സിമിലർ വേർഷൻ എൻ്റെ വീട്ടിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അതൊരു ദിവസം ഞാൻ വേറൊരു ദിവസം ഷെയർ ചെയ്യാം, ചപ്പാത്തിയൊപ്പം സെർവ് ചെയ്യുന്ന തക്കാളി കറി. അപ്പം ഇന്ന് ഈ കൊസ്ത ശരവണ ഭവൻ സ്റ്റൈലിലുള്ള തക്കാളിക്കറി അല്ലെങ്കിൽ ഉള്ളിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ 1-2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പം എണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉഴുന്നോ പരിപ്പോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം തന്നെ പരിപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നാൽ നമുക്കതിലേക്ക് സവാള ഞാൻ വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് കളർ മാറട്ടെ. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തോളൂ. അപ്പം ഞാൻ സവാള ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചമുളക് നന്നായിട്ട് എരിവ് നന്നായിട്ട് എണ്ണയിലേക്ക് ഇറങ്ങും. സവാളയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി വളരെ ചെറുതാക്കിയിട്ട് പൊടിയായിട്ടില്ല, കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് സോഫ്റ്റായിട്ട് ഒരു ലൈറ്റ് പിങ്ക് നിറമായിട്ട് നമുക്ക് വരണം. അതുവരെ നമുക്ക് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിന് പകരം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനെപ്പോഴും പച്ചമുളകിൻ്റെ എരിവാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പം സവാള ഒന്ന് സോഫ്റ്റായിട്ട് ഒരു പിങ്ക് നിറമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലോട്ട് തക്കാളി ഒരു 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും കുഞ്ഞായി അരിഞ്ഞതാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അപ്പം ഒന്ന് ഏകദേശം എല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം നമുക്ക് ഒരുപാട് വേണ്ട, 1-2 ടേബിൾ സ്പൂൺ മതി. ആദ്യം ഉപ്പൊന്നും ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ഇതിലേക്ക് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു മധുരവും കൂടെ വരും. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പക്ഷേ ശരവണ ഭവനിൽ ആ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും പുളിയും ഒക്കെ ഉണ്ടാവും, കഴിച്ച് നോക്കിയവർക്കറിയാം. ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത്രയും മതി. ഈ വെള്ളം ഒന്ന് വറ്റി ഒന്ന് കുറുകി വരണം.
കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. റെഡിയായി. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പിലയില്ല, മല്ലിയിലയില്ല. അപ്പം ദോശയുടെ ഒപ്പം ഇഡ്ലിയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ ഒരു പെർഫെക്റ്റാണ് ഈ ഒരു ഡിഷ്. അപ്പം ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, തീ ഓഫ് ചെയ്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചു, ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇത്രേ വെള്ളമുള്ളൂ. അപ്പം നമ്മുടെ ഗോസ്ത് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പറയുന്ന പോലെ കൊസ്ത് റെഡി ആയിട്ടുണ്ട്. ഉള്ളിയും തക്കാളി ഇട്ടിട്ടുള്ള കൊസ്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഭാഷയിൽ തക്കാളിക്കറി അല്ലെങ്കിൽ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ചപ്പാത്തിയുടെ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദോശ, ഇഡ്ഡലി, ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറിൻ്റെ ഒപ്പം വേണമെങ്കിൽ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തായാലും ട്രൈ നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.